നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയാണ്: യേശു തിബരിയാസ് തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. തിബരിയാസ് തീരം അനേക അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ്. ശിഷ്യന്മാർ യേശുവിൻ്റെ വേർപാടിന് ശേഷം, യേശു മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഇന്ന് ശിഷ്യന്മാരുടെ കൂടെ യേശു ഇല്ല. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രശ്നം, യേശു ഉണ്ടായിരുന്നപ്പോൾ അവൻ അവരെല്ലാം കൊണ്ടു നടന്നിരുന്നു. 3.5 വർഷക്കാലത്തോളം യേശു ശിഷ്യന്മാരെ തൻ്റെ കൂടെ ചേർത്തുകൊണ്ട് നടന്ന വ്യക്തിയാണ്. എന്നാൽ യേശുവിൻ്റെ വിയോഗത്തിന് ശേഷം കർത്താവ് അവരുടെ കൂടെ ഇല്ല. ശിഷ്യന്മാർ അവർ താമസിക്കുന്ന സ്ഥലം കഫർനാമിൽ അവർ കൂടുമ്പോൾ, കഫർനാമിൽ 2 വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന് മിനിംസ് ഗ്രൂപ്പുമുണ്ട്, ഒന്ന് ഓർത്തഡോക്സ് ഗ്രൂപ്പുമുണ്ട്. എന്താണ് മിനിംസ് ഗ്രൂപ്പ്? മിനിംസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് യേശുവിനെ വിശ്വസിച്ച് യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന, യേശുവിൻ്റെ വചനം കേട്ട് അവൻ്റെ വചനത്തിൽ മാനസാന്തരപ്പെട്ട ഗ്രൂപ്പാണ് മിനിംസ് ഗ്രൂപ്പ്. എന്നാൽ ഓർത്തഡോക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പരമ്പരാഗത യഹൂദ വിശ്വാസികളാണ്. ഓർത്തഡോക്സ് ഗ്രൂപ്പ് അവർ യഹൂദ പാരമ്പര്യം പിന്തുടരുന്നു. മിനിംസ് ഗ്രൂപ്പുകാരും ഓർത്തഡോക്സ് ഗ്രൂപ്പുകാരും തിങ്ങി വസിക്കുന്ന കഫർനാമിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് കടന്നു വന്നവരുടെ കൂടെ യേശുവില്ല. പത്രോസും ശിഷ്യന്മാരും ആ കൂട്ടത്തിലുള്ളവരാണ്. യേശുവിൽ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന് വേണ്ടി അപ്പനും അമ്മയും വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയ പത്രോസ്, ഇപ്പോൾ പത്രോസിന് ആശ്രയം ആരുമില്ല. ചോദിക്കാൻ ആരുടെ അടുത്തും ചോദിക്കാൻ സാധിക്കത്തില്ല. അവൻ വള്ളം ഉപേക്ഷിച്ചതാ, വല ഉപേക്ഷിച്ചതാ, തൻ്റെ ഭൗതിക ജീവിതത്തിലെ എല്ലാ സ്വത്തും സമ്പത്തും ഉപേക്ഷിച്ചതാണ്. പത്രോസിൻ്റെ കഫർനാമിലുള്ള വീടിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. സിനഗോഗിൻ്റെ അടുത്ത് ഒരു വീട് വരിക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. വലിയ വീടാണ്, അനേകം മുറികളുള്ള വീടാണ് പത്രോസിൻ്റെ വീട്. കഫർനാമിൽ കടൽ തീരത്തിൻ്റെ ഗലീല തടാകത്തിൻ്റെ തീരത്ത് തന്നെയാണ് പത്രോസിൻ്റെ വീട്. ഇങ്ങനെ വലിയ ആഠ്യത്വത്തിൽ വളർന്ന പത്രോസ് ഇന്ന് നിസ്സഹായനായി നിൽക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്ന ഒരുവനായിരുന്നു എന്നെങ്കിൽ, പക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഒരു തകർന്ന അനുഭവം വരുമ്പോൾ, പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര വലിയ അധികാരങ്ങളുണ്ടെങ്കിലും ചില പ്രയാസങ്ങൾ, ചില വിഷമതകൾ വന്നാൽ, കർത്താവിൽ പ്രിയരെ, ദൈവവചനം പഠിപ്പിക്കുന്നതാണ്, നമ്മൾ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാലും ചില പ്രതിസന്ധികൾ നിന്നെ കഷ്ടതയിലാക്കും. അവിടെ ഒരു അധികാരവും നിൻ്റെ പണമൊന്നും ഒരുവിനെ സഹായിക്കാൻ വരത്തില്ല. നിൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ മാത്രമേ അത് ബ്ലെസ്സിങ് ആയിട്ട് മാറത്തുള്ളൂ എന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. ഇവിടെയും തിബരിയാസ് തീരത്ത് ഇത് തന്നെയാണ് അനുഭവം. പത്രോസ് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയതാണ്. ഇന്ന് യേശു കൂടെയില്ല. പത്രോസിൻ്റെയും ശിഷ്യരുടെയും പ്രശ്നം വിശപ്പ് തന്നെയാണ്. പത്രോസ്, കേഫയാ, നീ പാറയാവുന്നു, നിൻ്റെ മേലെൻ്റെ സഭയെ സ്ഥാപിക്കുമെന്ന് അധികാരം ലഭിച്ച പത്രോസ് ഇന്ന് നാഥൻ കൂടെ ഇല്ലാതായപ്പോൾ വീണ്ടും അവന് ലോകത്തിലേക്ക് പോകാനുള്ള ടെൻഡൻസി. ലോകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ വിശപ്പാണ് പ്രശ്നം. ആരോടും കൈനീട്ടി ചോദിക്കാൻ വയ്യ. ആ ഒരു വീട്ടിൽ കയറി ഭക്ഷണം ചോദിക്കാൻ വയ്യ. അവിടെ എല്ലാം വിശ്വാസിയായിട്ട് ഇറങ്ങി പുറപ്പെട്ട പത്രോസ്, ആൾക്കാർ കളിയാക്കും, നീ യേശുവിൻ്റെ കൂടെ പോയിട്ട് എന്തായി? ഇതേ ചോദ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്ത് കിട്ടി? നീ ദൈവവചനത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് എന്ത് ലഭിച്ചു? ഇതേ ചോദ്യം നമ്മളോട് ആൾക്കാർ ചോദിക്കാറുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? രാത്രി ആണ് പത്രോസ് കഫർനാമിൻ്റെ തീരത്ത് നിൽക്കുന്നത്. അവിടെ നിന്ന് എവിടെന്നോ ഒരു വള്ളവും സംഘടിപ്പിച്ച് അവനും ശിഷ്യരും ബാക്കിയുള്ള സഹോദരങ്ങൾ ഒരുമിച്ച് അവൻ്റെ കൂടെ പോവുക. അവരും പറഞ്ഞു, ഞാനും വരിക, ഞങ്ങളും വരിക. അവർക്കും വിശപ്പ് തന്നെ പ്രശ്നം. എന്തിനാ രാത്രി പോയി കഫർനാമിൻ്റെ തീരത്ത് ആരാരും അറിയാതെ ഏതോ ഒരു വള്ളവും വലയെടുത്ത് പുറപ്പെട്ടത്? മീൻ തേടണം, മീൻ കിട്ടണം, വിശപ്പ് മാറ്റണം. വിശപ്പ് തന്നെ പ്രശ്നം, ചോദിക്കാൻ ആരുമില്ല. ഇങ്ങനെ പ്രയാസത്തിൽ നീ എന്തിനാണോ പ്രയാസപ്പെട്ടിറങ്ങിയത്, ക്രിസ്തുവിനെ വിശ്വസിച്ച് നീ ക്രിസ്തുവിൻ്റെ കൂടെ ഇറങ്ങിയ വ്യക്തിയാണെങ്കിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വന്നപ്പോൾ ജനമെല്ലാം കളിയാക്കും, കുറ്റപ്പെടുത്തും. എവിടെ നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്ത് ഉപകാരം? നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്ത് ഫലം? നിനക്ക് എന്ത് നേടി എന്നുള്ള ചോദ്യം വരുമ്പോൾ, ഇവിടെ പത്രോസിനും സഹോദരനക്കും നേരിട്ട അനുഭവം ഒന്ന് വിവരിച്ച് കൊടുക്കണം. ആ രാത്രി അവരുടെ പ്രശ്നം വിശപ്പാണ്. മീൻ കിട്ടാൻ വേണ്ടി ഇതുപോലൊരു വലിയ തടാകമാണ് ഗലീല തടാകം. 22 കിലോമീറ്റർ നീളമുള്ള 12 കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ തടാകമാണ് ഗലീല തടാകം. അനേകതരം മത്സ്യങ്ങൾ ഉള്ള, ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പീറ്റർ ഫിഷ് എന്നറിയപ്പെടുന്ന ഫേമസ് മത്സ്യമൊക്കെ കിട്ടും. ഈ ഗലീല തടാകത്തിൽ ഒരു മീന് വേണ്ടി അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഒരു കുഞ്ഞു മീൻ പോലും കിട്ടിയില്ല. എന്നാൽ വെളുപ്പിനെ ആയപ്പോൾ ഒരുവൻ കരയിൽ വന്ന് വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളെ
ഭക്ഷിക്കാൻ വല്ലതുമുണ്ടോ? അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലത് ഭാഗത്ത് നിങ്ങൾ വലയിടണം. വലയിട്ടപ്പോൾ 153 വലിയ മത്സ്യങ്ങൾ. മീനിൻ്റെ പെരുപ്പം മൂലം വല വലിച്ചു പൊക്കാൻ അവർക്ക് പാടുപെട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി, പണ്ടും ഇതുപോലെ അവൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഭാഗത്ത് വലയിടണം. അന്നും മീൻ നിറഞ്ഞ്, മീനിൻ്റെ പെരുപ്പം നിറഞ്ഞതാ. അപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളോട് മീൻ ആ ഭാഗത്ത് വലയിടാൻ പറഞ്ഞ ആളാണെന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അവർ പത്രോസിനോട് യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാണ്. പത്രോസ് അതിൻ്റെ ആവേശത്തിൽ പുറംകുപ്പായ എടുത്തിട്ട് ചാടി വള്ളത്തിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ശിഷ്യന്മാർ അതുപോലെ ആ വലയും പിടിച്ചുകൊണ്ട് ഇതുപോലെ കടന്നു വന്നു. ഇതുപോലൊരു തടാകത്തിൻ്റെ തീരമാണത്. ഇന്ന് മെൻസ ക്രിസ്റ്റി എന്നറിയപ്പെടുന്നൊരു സ്ഥലം അവിടെയുണ്ട്. യേശു നിന്ന പാറ എന്ന് പറയപ്പെടുന്ന സ്ഥലമൊക്കെ ഇന്നും അവിടെ തന്നെയുണ്ട്. ഇവർ മീനും വലിച്ചുകൊണ്ട് കരയിലേക്ക് വന്നപ്പോൾ, ഇവരുടെ പ്രശ്നം വിശപ്പാണെങ്കിൽ നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം അതാ, കരയിൽ അപ്പവും വറുത്ത മീനും വെച്ചുകൊണ്ട് യേശു ഇവരെ കാത്തിരിക്കുകയാണ്. യേശുവിന് അവിടെ നിന്ന് കിട്ടിയ അപ്പം, യേശുവിന് അവിടെ നിന്ന് കിട്ടി മീൻ ഇവർ പിടിച്ച് കൊടുത്തൊന്നുമല്ല. പക്ഷേ വിശന്ന് വന്ന ഇവരെ കാത്ത് ആ കരയിൽ ജീവൻ്റെ നാഥനുണ്ട്. ഇതിൻ്റെ അർത്ഥം, കർത്താവിൽ പ്രിയരെ, നീ എന്തിന് പ്രയാസപ്പെട്ടോ, നിൻ്റെ വിഷയത്തിന് പരിഹാരമായി നിന്നെ വിളിച്ചവൾ നിന്നെ കാത്തിരിക്കും. നീ നിരാശപ്പെടരുതെന്നർത്ഥം. ജീവിതത്തിൽ അനേക പ്രതിസന്ധി വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും തളർന്നു പോകരുതെന്നർത്ഥം. ആ തിബേരിയാസ് കടൽത്തീരം നമ്മളെ പഠിപ്പിക്കുന്നത് നിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട്. തിബേരിയാസ് കടൽത്തീരം നമ്മളെ പഠിപ്പിക്കുന്നത് നീ എന്തിനാകുലപ്പെട്ടോ ആ വിഷയത്തിന് നിനക്ക് പരിഹാരമായിട്ട് നിന്നെ വിളിച്ചവനായ യേശു നിന്നെ കാത്തു നിൽപ്പുണ്ട്. ഇതുപോലൊരു വിശാലമേറിയ തടാകമാണ് തിബേരിയാസ് കടൽത്തീരം. ഇതുപോലെ വളരെ ആഴമുള്ള 43 മീറ്റർ ആഴമുള്ള സ്ഥലമാണ്. വലിയ ആഴമുള്ള തടാകമാണ്, ശുദ്ധജല തടാകമാണ്. നീ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിൻ്റെ കഴിവിൽ ആശ്രയിച്ചിട്ട് നിനക്കൊന്നും നേടാനായില്ല. അതിൻ്റെ അർത്ഥം നീ എത്ര വലിയ കഴിവുള്ളവനായാലും നീ അധ്വാനിച്ചാൽ നിനക്കൊന്നും കിട്ടിയില്ല പത്രോസേ. എന്നാൽ യേശുവിൻ്റെ കൃപയിലാണ് 153 വലിയ മത്സ്യങ്ങൾ നിനക്ക് കിട്ടിയത്. എന്ന് പറയുന്ന അർത്ഥം, തിബേരിയാസ് ആ തടാകത്തിൽ 153 കൈൻഡ് ഓഫ് ഫിഷസ് ഉണ്ട്. എന്ന് പറയുക ലോകത്തെ എല്ലാ ജനങ്ങളിലേക്കും നീ ക്രിസ്തുവിനെ കൊടുക്കേണ്ടവനാകണം. സ്തോത്രം. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നീ ദൈവത്തിലാണ് പ്രയാസങ്ങൾ വരുമ്പോൾ ആശ്രയിക്കേണ്ടത്, നീ ക്രിസ്തുവിൽ ആശ്രയിക്കണം എന്ന് കർത്താവ് പറയുകയാണ്. ഇന്ന് തടാക തീരത്ത് എന്ത് പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യക്തികളാണോ അവരെ യേശു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അവരെ വിളിച്ച്, അവർക്ക് പ്രശ്നം വിശപ്പാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് അവരെ തൻ്റെ വേലയ്ക്കായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന യേശുവിനെ കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം, വിശ്വാസിയെ നീ തകർച്ചയിലോ പ്രതിസന്ധിയോ ആയാൽ യേശുവിൽ ആശ്രയിച്ചവൻ യേശുവിനെ വിളിക്കണം. യേശുവിൽ ആശ്രയിക്കുന്ന തൻ്റെ പ്രത്യാശ കൈവിടാതെ അവനിൽ ശരണം പ്രാപിക്കണം. ജീവിക്കുന്ന ദൈവം നിൻ്റെ പ്രശ്നത്തിൽ വഴി നടത്തിയിരിക്കും എന്ന് ഈ വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം നമ്മളെ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വിശ്വാസം ഉറപ്പിക്കുക, ദൈവം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകും. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ.